Friends, welcome back to my YouTube channel. This is the Navy Actor Manu. സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയായിരിക്കും അല്ലേ? സ്പെഷ്യൽ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ. സോ ലാലേട്ടൻ്റെ ഇന്നത്തെ എൻട്രി വരാൻ പോവാന്ന്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസം ലാലേട്ടനെ ഡെയിലി കാണാനും കിട്ടും. പിന്നെ സാറ്റർഡേ സൺഡേ എപ്പിസോഡ്സൊക്കെ നമുക്ക് മിസ് ചെയ്യാതെ നല്ല എൻജോയ് ചെയ്യാം. സോ അതിനു മുന്നേ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നിരുന്നു. ആരൊക്കെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് പ്രഡിക്ഷൻ ലിസ്റ്റ് 1 2 3 4 5 6 7 8 9 അങ്ങനെ കുറേയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രഡിക്ഷൻ ലിസ്റ്റിനേക്കാൾ ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിലും പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ട്. ബട്ട് അതിൽ തന്നെ നമുക്ക് പറയാനൊക്കെ ഈ പ്രഡിക്ഷൻസ് നമുക്ക് സെയിം ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് രേണു സുധി ഉണ്ട്, അപ്പാണി ശരത്തുണ്ട്, പിന്നെ അക്ബർ ഖാൻ ഉണ്ട്, സിംഗർ സാരിക ഉണ്ട്, സാരിക. അപ്പോൾ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇവിടെ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഡ്രാമ. അടിച്ചേ അയ്യോ എൻ്റെ കണ്ണി മുളക് വാരി തേച്ചേ, അയ്യോ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞ് അപ്പോൾ പുറത്തെ കാര്യം പറയില്ലേന്ന് പറഞ്ഞാലും പുറത്തെ കാര്യം പറയും. പിന്നെ അതേ ഒരു ടെററായിട്ടൊരു കൊച്ചൊരു പടക്കം വരുന്നുണ്ട്, ഒരു ഭയങ്കര ടെററായിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട് അതിനകത്ത്. എന്താ റന ഫാത്തിമ അങ്ങനെ എന്തോ. പിന്നെ ഉണ്ട് കുറച്ച് പേരുണ്ട്. നമുക്ക് എന്തായാലും അവർക്കുള്ള പെർഫോമൻസ് എല്ലാവർക്കുള്ളതൊന്ന് കാണാം. കാരണം ഇനിയിപ്പോൾ കുറേ ആർമി ഗ്രൂപ്പ് വരും. ഇന്ന ആർമി ഇനി 2 ആർമികൾ തമ്മിലൊക്കെ അടിയാവും. ഗ്രൂപ്പിസം ഒന്നും ഇനി ഒന്നും നടക്കത്തില്ലെന്നൊക്കെ ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. ഈ പെങ്ങളുള്ള പരിപാടികളുണ്ടല്ലോ, അയ്യോ സിസ്റ്റർ ലവ്, അയ്യോ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സിസ്റ്റർ ലവ് ആർക്കുള്ളതെന്നത്. സായി കൃഷ്ണയുടെ സിസ്റ്റർ ലവ്, അയ്യോ നന്ദന കുട്ടി. അങ്ങനെ ആകുമ്പോൾ ഗെയിം കളിക്കാൻ എന്ത് ബുദ്ധിമുട്ടല്ലേ. നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം ബിഗ് ബോസിൽ പലതരത്തിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. ഈ 90 ഡേയ്സ് കിടക്കുമ്പം തന്നെ നമ്മൾ 90 ഡേയ്സ് അല്ലെങ്കിൽ ഈ 100 ഡേയ്സ് ഇവിടെ കിടക്കുമ്പം തന്നെ ആ എല്ലാ ടാസ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ എല്ലാ തരത്തിലുള്ള ഇത് തരണം ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതില്ലാതെ ഇത് ബിഗ് ബോസിൽ വന്ന് കയറി എന്തോ ഒരു മൂലയ്ക്ക് കയറി സോഫയിൽ ഇങ്ങനെ കിടക്കാനും വേണ്ടിയാണ് ബിഗ് ബോസ് വരുന്നത്. എന്നാൽ പിന്നെ പോയി വീട്ടിൽ കിടന്നൂടെ? സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വിക്ടിം കാർഡ് കാണും, ഫേക്ക് കാർഡ് കാണും, അങ്ങനെ പലതരത്തിലുള്ള ഇത് കാണും. പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കളികൾ വേറെ ലെവൽ അടിച്ച് ശരിയാക്കും ലാലേട്ടൻ, പറഞ്ഞിട്ടുണ്ടല്ലോ. ലാലേട്ടൻ്റെ വക സ്പെഷ്യൽ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും. അത് കാണാം, നമുക്ക് കാണാൻ കിടക്കുന്നതല്ലേ ഉള്ള പൂരം. പക്ഷെ ലാലേട്ടന് ഇത് വരാൻ പറ്റും, മാസ് ലുക്കിലായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ പ്രൊമോ വീഡിയോയും അതുമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്നാലും ഞാൻ ഒരു ചെറിയ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു തരാം, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഇനിയൊരു ലവ് ട്രയാങ്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലവ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും സീസൺ 1 പേളിമാണിനെ കോപ്പി ചെയ്തിട്ട്, പേളിമാണി ശ്രീനിഷുവിനെ കോപ്പി ചെയ്തിട്ട് പല തരത്തിലുള്ള ഒരു ലവ് ട്രയാങ്കിൾസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മണിക്കുട്ടൻ്റെ സമയത്തായാലും നെക്സ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോബിൻ ദിൽഷ, അങ്ങനെ തരത്തിലുള്ള ഒരു ലവ് ട്രയാങ്കിൾ വരെ ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സീസണിൽ ലവ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ആ ജോഡിക്ക് നല്ലൊരു പ്രിഫറൻസ് കിട്ടിയിട്ട് ഒരു
അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാം. ലവ് ട്രയാങ്കിളൊക്കെ ആരൊക്കെ കാണാൻ സുന്ദരിമാരാണ് വരുന്നത്, അല്ലെങ്കിൽ സുന്ദരിമാരാരായാലും അവർക്ക് വേണ്ടി ഒരു ലവ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് ഒരുക്കുന്നതായിരിക്കും. അതൊക്കെ ഇതൊക്കെ ഇപ്പോൾ മൂടോടെ പിഴുത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതൊരു ഗെയിമിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് ചിലവർ യൂസ് ചെയ്തുകൊണ്ട് വരാറുണ്ട്. കള്ളക്കണ്ണീര്, കരച്ചിൽ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെ ക്യാമറ ഊരി മാറ്റാൻ നോക്കരുത്. ക്യാമറ എവിടെയെങ്കിലും ഊരി വെച്ചിട്ട്, മീൻസ് മൈക്കൊക്കെ ഊരി വെച്ചിട്ട് ഫുസ് 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 എന്നുള്ള സംസാരം, ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറിയുള്ള സംസാരം, ഇതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിലെ മുളയുന്നേ നുള്ളിക്കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോ നോക്കാം, ഇനി ഒരു 100 ദിവസം ഇരുന്ന് നമുക്ക് എപ്പിസോഡുകൾ കാണാം, എൻജോയ് ചെയ്യാം. അപ്പം ഇനി നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ്, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, ആരെയാണ് ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് ജെന്യൂനാണ് ജയിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇനി മുതൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ ഷോ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, ഇതിൽ ഗ്രൂപ്പിസം ഒന്നും അനുവദിക്കാൻ പാടുള്ളതല്ല. അതല്ല ഫേക്ക് കാർഡ്സ് കാണിച്ച്, ഫേക്ക് ഇമോഷൻസും കാണിച്ച് ആരും രക്ഷപ്പെടുത്തിൻ്റെയും കാര്യമില്ല. സോ ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ ഇന്ന് 7 മണിക്കിട്ട് ഗ്രാൻഡ് ലോഞ്ച് കാണട്ടെ. ഇനിയുള്ള വിവരങ്ങൾ നമുക്ക് നാളെ മുതൽ സംസാരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.